മുതിർന്ന നയതന്ത്ര വിദഗ്ധനായ കെ.പി. ഫാബിയാൻ ചേരുന്നു. ശ്രീ ഫാബിയാൻ, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ മോശപ്പെട്ട നിലയിലേക്ക് നീങ്ങുന്നു. അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് രാജ്യം എത്തുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ സാഹചര്യം വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് പറയാനുള്ളത്, ഈ പഹൽഗാമിൽ നടന്ന ക്രൂരകൃത്യത്തെ പറ്റി പാകിസ്ഥാൻ പുറപ്പെടുവിച്ച പ്രസ്താവന എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായിരുന്നില്ല. കാരണം പാകിസ്ഥാൻ പറഞ്ഞു ഇതിൽ ഡീപ്പ് കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പകരം പാകിസ്ഥാൻ പറയേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ടെററിസ്റ്റ് പാകിസ്ഥാൻ പറഞ്ഞാൽ നന്നായിരുന്നു, പറയണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ അത്യന്തം കണ്ടംനബിളാണ്. അതിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അത് പാകിസ്ഥാൻ ചെയ്തില്ല. അതൊന്ന്. രണ്ടാമത്, നയതന്ത്ര ബന്ധങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും വേണ്ടതാണ്. അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യത കൂടും. അങ്ങനെ വഷളായാൽ അതുകൊണ്ട് പാകിസ്ഥാന് ഒരുപാട് ഡാമേജ് വരും, ഇന്ത്യക്കും അത് നല്ലതല്ല. അപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾക്ക് എപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ നദീജല കരാർ അടക്കം റദ്ദാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വാഗ ബോർഡർ അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. കർത്താർപൂർ ഇടനാഴി അടയ്ക്കും എന്നുള്ള സൂചന വരുന്നു. പൂർണ്ണമായും പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം അതിൻ്റെ ഭൗതിക തലത്തിലും ഇല്ലാതാവുന്നു. അത് എത്ര ഗുണകരമാണ് ആ സാഹചര്യം? എൻ്റെ അഭിപ്രായത്തിൽ അത് ആർക്കും ഗുണകരമല്ല. നമ്മൾ വിചാരിക്കുവാണ് ഇതുകൊണ്ട് പാകിസ്ഥാന്റെ മേലെ പ്രഷർ കൂടും, അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? ഇത്രമാത്രം നിഷ്കളങ്കരായ നിരപരാധികളായ മനുഷ്യരുടെ തലയിലേക്ക് വെടിയുതിർത്ത് ഒരു റിവെഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന്, ആ രീതിയിൽ മറ്റൊരു രാജ്യത്ത് കടന്നാക്രമണം നടത്തുന്ന ഒരു പാകിസ്ഥാനോട് പിന്നെ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കുക, അതിൽ കാര്യമായിട്ടുള്ള എവിഡൻസ് കൊടുക്കുക. പാകിസ്ഥാനിൽ നിന്നാണ് ഇതിനുള്ള നീക്കങ്ങളെല്ലാം ആരംഭിച്ചതെന്നും ചെയ്തതെന്നുള്ളത് തെളിയിപ്പിക്കുക. അത് നമ്മൾക്ക് മാത്രം അത് കൺവിൻസ് ആയ പോലെ നമ്മൾ ലോകത്തെ തെളിയിപ്പിക്കുക. അതിനുശേഷം പാകിസ്ഥാനോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ആ എക്സ്പ്ലനേഷൻ നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നില്ലെങ്കിൽ വേണ്ട നടപടികൾ എടുക്കുക. അത് വേഗമായിട്ട് വെക്കണം. അല്ലാണ്ട് ഞാൻ ഈ എക്സ്പ്ലനേഷൻ പര്യാപ്തമല്ലെങ്കിൽ ആക്രമിക്കാൻ പോവാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആക്രമിക്കേണ്ട ആവശ്യം ഉണ്ടായേക്കാം, പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ആദ്യമല്ലല്ലോ ഭാബിയാൻ. ഉറിയിലും പത്താൻകോട്ടിലും പിന്നീട് മുംബൈയിലും എത്രയോ തവണ ഇവർ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് നമ്മൾ ഈ പറയുന്നത് പോലെ എത്രമാത്രം സഹനത്തിൻ്റെ ഒരു പാത സ്വീകരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം മറുവശത്ത് ഉയരുന്നുണ്ട്. സഹനത്തിന്റെ പോളിസി അല്ല ഞാൻ അഡ്വാൻസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാന്റെ റെസ്പോൺസിബിലിറ്റി വളരെ സ്പഷ്ടമായിട്ട് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനോട് ചോദിക്കുക, ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടണം. എന്നിട്ട് ആ മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ആലോചിക്കാം. അല്ലാതെ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ട് 26 കിലോമീറ്റർ അത് നടന്നു പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ അതിൽ കാര്യമുണ്ട്, പക്ഷെ ആവശ്യമായിട്ടുള്ള ലെവലുള്ള കാര്യമില്ല. കാരണം വേറൊന്ന് നോക്കാനുള്ളത്, പാകിസ്ഥാൻ
പാകിസ്ഥാന്റെ ഹോം ഫ്രണ്ടിൽ ഒരുപാട് ബലഹീനതകളുണ്ട്, മനസ്സിലായില്ല. അതിന്റെ ഇക്കോണമി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്കറിയാമല്ലോ, ഇമ്രാൻഖാനാണ് ശരിക്കും ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോ പാകിസ്ഥാൻ ഒരു വളരെ പരിതാപകരമായൊരവസ്ഥയിലാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ അവർ ചെയ്ത് ന്യായീകരിക്കുകയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന്റെ ബിഗ് പിക്ചർ നോക്കണം. പിന്നെ വേറൊന്ന് നോക്കാനുള്ളത്, പാകിസ്ഥാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധം തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, പാകിസ്ഥാൻ ചൈനയോട് സംസാരിക്കാതെ യുദ്ധമൊന്നും തുടങ്ങില്ല. പക്ഷേ നമുക്ക് ബാലക്കോട്ട് പോലെ ഒരു പ്രതികരണം കൊടുക്കാം. അത് വേണ്ട പോലെ അവസരം നോക്കി കൊടുക്കേണ്ടതാണ്. അതിലർത്ഥമുണ്ട്. പക്ഷേ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേൾഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്തതാണ്. തന്നെയുമല്ല, ആ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് യാതൊരു കക്ഷിയും ഇത് യൂണിലാറ്ററൽ ആയിട്ട് അബോളിഷ് ചെയ്യോ സസ്പെൻഡ് ചെയ്യോ പാടില്ല എന്നുള്ളത്. നന്ദി ശ്രീ ഫാബിയാൻ പ്രതികരിച്ചതിന്.